ഹലോ ഗൈസ്, അടുത്ത ടോപ്പിക്കാണ് ലാൻഡ് ലോയിലെ കുടിയെടുപ്പുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോപ്പിക്കിൻ്റെ പേരാണ്. കുടിയെടുപ്പുകാരൻ ചീസസ് ടു ബി എ കുടിയെടുപ്പുകാരൻ ആൻഡ് ഷിഫ്റ്റിംഗ് ഓഫ് കുടിയെടുപ്പുകാരൻ. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുകയാണെങ്കിൽ, ഒരു പാവപ്പെട്ട കുടുംബം മറ്റൊരാളുടെ സ്ഥലം ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്നുണ്ടെന്നതിൽ വിചാരിക്കുക. നിയമം പറയാണ്, ഈ സ്ഥലം ഉടമ ആണെങ്കിൽ അവരിഷ്ടം പോലെ പുറത്താക്കാൻ പറ്റില്ല. ഇത് കാരണം കുടിയെടുപ്പുകാരൻ എന്ന് വിളിക്കുന്നു. കേരള ലാൻഡ് റീഫോംസ് ആക്ട് 1963 അവർക്ക് താമസം സുരക്ഷ നൽകുന്നു. പക്ഷേ ചില സാഹചര്യങ്ങളാൽ ഈ സംരക്ഷണം അവസാനിക്കും. ചില സമയങ്ങളിൽ വേറെ മറ്റൊരു സ്ഥലത്ത് മാറ്റാനും കഴിയും. എന്നാൽ അതിന് നിയമമായ പ്രൊസീജിയർ നിർബന്ധമാണെന്നാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞിട്ട് അടുത്താണ് മീനിങ് ഓഫ് കുടിയെടുപ്പുകാരൻ ആൻഡ് കുടിയെടുപ്പുകാരൻ്റെ സെക്ഷനാണ് 2:25 ആൻഡ് 2:26. കുടിയെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടിയെടുപ്പ് എന്നാൽ വീട് അല്ലെങ്കിൽ കുടി എന്ന നിലനിൽക്കുന്ന ചെറിയ സ്ഥലമാണ്. ഇവ രണ്ടും ചേരുന്നതാണ്. പിന്നെ കുടിയെടുപ്പുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിയെടുപ്പുകാരൻ എന്നാൽ സ്വന്തമായി ഭൂമിയില്ലാത്ത ആൾ മറ്റൊരാളുടെ സ്ഥലത്ത് അനുവാദത്തോടെയോ ദീർഘകാലമായിട്ട് താമസിക്കുന്ന ആളാണ്. ഈ ഡെഫിഷ്യൻസ് ആണ് ഈ ആക്ട് നൽകുന്ന സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് വെൻ ഡസ് എ കുടിയെടുപ്പുകാരൻ ലോസ് ഹിറ്റ് സ്റ്റാറ്റസ്. എപ്പോഴാണ് കുടിയെടുപ്പുകാരൻ്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നത്? സെക്ഷൻ 76A പറയുന്നുണ്ട്. അത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴെ പറയുന്ന രീതിയിൽ സ്വന്തമായിട്ട് ഭൂമി ലഭിച്ചാലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അതായത് ആദ്യം പറയുകയാണ് ഈ ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ പൂവറായിട്ടുള്ള പീപ്പിളിനെയൊക്കെ ലാൻഡ്ലെസ് ആക്കുന്നതൊക്കെ അങ്ങനെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻസ് ഒക്കെ ഉണ്ട്. ആദ്യമാണ് അക്യൂറി ഹിസ് ഓൺ ലാൻഡ്. താഴെ പറയുന്ന രീതിയിൽ സ്വന്തം ഭൂമി വാങ്ങിയാൽ പിന്നെ പരമ്പരാഗതമായി കിട്ടിയ പിന്നെ ഗവൺമെൻറ് അസൈൻമെൻറ്റ് വഴി ലഭിച്ച കുടിയെടുപ്പുകാരൻ്റെ സ്റ്റാറ്റസ് അവസാനിക്കും എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് ഓൾട്ടർനേറ്റീവ് ലാൻഡ് ഈസ് പ്രൊവൈഡഡ്. അതായത് ഗവൺമെൻറ് ലാൻഡ് ഓണറിൻ്റെ നിയമപ്രകാരം അനുയോജ്യമായ സ്ഥലം നൽകിയാൽ കുടിയെടുപ്പുകാരൻ്റെ അവകാശം അവസാനിക്കും. പിന്നെ ഗെറ്റ് സഫിഷ്യൻറ്റ് ലാൻഡ് ഫോർ ബിൽഡിംഗ് എ ഹൗസ്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീട് പണിയാനായിട്ട് മതിയായ ഭൂമി സ്വന്തമായി ഉണ്ടെങ്കിൽ ഇനി അവൻ്റെ ഭൂമി അല്ലാതെ ആളായി കണക്കാക്കില്ല എന്ന് പറയുന്നു. പിന്നെ വോളണ്ടറി അബണ്ടൻ ദ കുടിയെടുപ്പുകാരൻ. അതിൽ പറയുന്നത്, സ്വന്തമായി ഇഷ്ടപ്രകാരം കുടിയെടുപ്പ് ഉപേക്ഷിക്കുകയോ സ്ഥിരമായി വേറെ സ്ഥലത്ത് താമസിക്കുകയോ ചെയ്താൽ കുടിയെടുപ്പുകാരൻ്റെ പദവി അവസാനിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഷിഫ്റ്റിംഗ് ഓഫ് കുടിയെടുപ്പുകാരനാണ് സെക്ഷൻ 75 പറയുന്നത്. സെക്ഷൻ 75 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണർ വെറുതെ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ല. നിയമത്തിൽ പറയാവുന്ന പ്രൊസീജിയേഴ്സ് പാലിച്ചാൽ മാത്രമാണ് കുടിയെടുപ്പുകാരനെ മാറ്റാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസാണ് ഷിഫ്റ്റിങ്ങിന് പറയുന്നത്? സെക്ഷൻ 75 ക്ലോസ് 1 ആൻഡ് 75 ക്ലോസ് 2 ആണ്. ഇതിൽ കണ്ടീഷൻ 1 പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ കോമ്പിറ്റൻറ്റ് അതോറിറ്റിയുടെ മുൻപിൽ ആപ്ലിക്കേഷൻ നൽകണം. യഥാർത്ഥ ആവശ്യകത തെളിയിക്കണം. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് മാത്രം പോരാ എന്നാണ് കണ്ടീഷൻ 1 പറയുന്നത്. കണ്ടീഷൻ 2 പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകരം നൽകുന്ന സ്ഥലം അനുയോജ്യമായിരിക്കണം, മതിയായിരിക്കണം, താമസിക്കാൻ യോഗ്യമായിരിക്കണം എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ്. അതായത് കണ്ടീഷൻ 2 പറയുന്നത്, കണ്ടീഷൻ 2 പ്രകാരം നൽകുന്ന സ്ഥലം അനുയോജ്യമായിരിക്കണം. പിന്നെ
മതിയായിരിക്കണം, താമസിക്കാൻ യോഗ്യമായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് കോമ്പൻസേഷൻ 75 ക്ലോസ് 3. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുടിയെടുപ്പുകാരൻ ലഭിക്കേണ്ടത് കുടിലിനും കെട്ടിടത്തിനും പിന്നെ നാടകീയ ഇമ്പ്രൂവ്മെൻറ്റ്സിനും പിന്നെ മാറി താമസിക്കുന്ന ചെലവിനും പിന്നെ നഷ്ടപരിഹാരത്തിനുമാണ്. ചില സമയങ്ങളിൽ പകരം സ്ഥലം അതായത് കുടിയെടുപ്പുകാരൻ ലഭിക്കേണ്ടത് കുടിലിന്, കെട്ടിടത്തിന് പിന്നെ നടത്തിയ ഇമ്പ്രൂവ്മെൻറ്റ്സിന്, മാറി താമസിക്കുന്ന ചെലവിന് നഷ്ടപരിഹാരമാണ്. അതിന് ചില സമയങ്ങളിൽ പകരം സ്ഥലവും നൽകും. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആരും ഭവനമില്ലാത്തവരാകരുത് എന്നുള്ള ലക്ഷ്യമാണെന്നാണ് ഇതിൽ പറയുന്നത്, കോമ്പൻസേഷനിൽ പറയുന്നത്. ഇനി പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 75 ക്ലോസ് 4 പറയുന്നത് അതോറിറ്റി പരിശോധിക്കുന്നത് എല്ലാ ഇല്ലീഗൽ കണ്ടീഷൻസ്, കോമ്പൻസേഷൻ, ഓൾട്ടർനേറ്റീവ് ലാൻഡ് ഇവയെല്ലാം ശരിയാണോ എന്ന് ഉറപ്പായാൽ മാത്രം ഫൈനൽ ഓർഡർ നൽകും. പിന്നെ കുടിയെടുപ്പുകാരൻ മാറി താമസിക്കാൻ മതിയായ സമയം നൽകും. പിന്നെ അനുസരിക്കാതിരുന്നാൽ നിയമപ്രകാരം എവിക്ഷൻ നടക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി പരിശോധിക്കുന്ന എല്ലാ ഇല്ലീഗൽ കണ്ടീഷൻസും പിന്നെ കോമ്പൻസേഷൻ, ഓൾട്ടർനേറ്റീവ് ലാൻഡാണ് ഇവയെല്ലാം ശരിയാണെന്ന് ഉറപ്പായാൽ മാത്രം ഫൈനൽ ഓർഡർ നൽകും. കുടിയെടുപ്പുകാരൻ മാറി താമസിക്കാൻ മതിയായ സമയം നൽകുകയും ചെയ്യും. അനുസരിക്കാതിരുന്നാൽ നിയമപ്രകാരം എവിക്ഷൻ നടക്കുമെന്നാണ് പറഞ്ഞത്. ഇനി ജുഡീഷ്യൽ പ്രൊട്ടക്ഷനിൽ പറയുന്നത് കോർട്ടുകൾ പറയുന്നത് പ്രോപ്പർ ലീഗൽ പ്രൊസീജിയേഴ്സ് നിർബന്ധിക്കുന്നത് കോമ്പൻസേഷൻ നൽകണം, പിന്നെ റീഹാബിലേഷൻ ഉറപ്പാക്കണം, പാവപ്പെട്ടവരെ സംരക്ഷിക്കണം, വെൽഫെയർ ലോസ് അവർക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കണം എന്നാണ് കോർട്ട് പറയുന്നത്. ഇതിൽ കേസ് ലോസ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവളപ്പാറ കൊട്ടാരത്തിൽ കൊച്ചുണ്ണി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊതു താല്പര്യത്തിന് വേണ്ടി ഗവൺമെൻറ് പ്രോപ്പർട്ടി റൈറ്റ്സ് നിയന്ത്രിക്കാൻ എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞു. പിന്നെ കുഞ്ഞൂട്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കോർട്ട് കേരള ലാൻഡ് റീഫോംസ് ആക്ടിനെ അംഗീകരിച്ച് അഗ്രിഗേറിയൻ റീഫോംസ് പാവപ്പെട്ടവർക്ക് നന്മയ്ക്കായി വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് നാരായണൻ നായർ, അതിൽ കോർട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷനും ഷിഫ്റ്റിങ്ങും നിയമവും നാച്ചുറൽ ജസ്റ്റിസും കൃത്യമായിട്ട് പാലിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കേരള ലാൻഡ് റീഫോംസ് ആക്ട് 1963 ഭൂമിയല്ലാതെ ജനങ്ങളുടെ താമസ അവകാശം സംരക്ഷിക്കുന്നു. നിയമത്തിൽ പറയുന്ന പ്രത്യേക സാഹചര്യങ്ങളിലാണ് മാത്രമാണ് കുടിയെടുപ്പുകാരൻ്റെ പദവി അവസാനിക്കുന്നത്. ഷിഫ്റ്റിംഗ് അനുവദിച്ചാൽ താഴെ പറയുന്ന നിർബന്ധമാണ്, അതായത് അനുയോജ്യമായ പകരം സ്ഥലം, കോമ്പൻസേഷൻ, റീഹാബിലേഷൻ, പ്രോപ്പർ ലീഗൽ പ്രൊസീജിയർ. അതിന് ഈ ആക്ട് ലാൻഡ് ഓണേഴ്സിൻ്റെ അവകാശമായും പിന്നെ പാവപ്പെട്ടവരെ താമസ സ്ഥലവുമായിട്ട് ഒരുപോലെ സംരക്ഷിക്കുന്നുവെന്നാണ് കുടിയെടുപ്പുകാരിൽ പറയുന്നത്. അടുത്താണ് ടെനൻസി ലേറ്റർ ഇൻ കേരള ബിഫോർ ദ കേരള റിഫോംസ് ആക്ട് 1963. ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ട്രൈൻ ഓഫ് എമിനൻറ്റ് ഡൊമെയിൻ പറയാം കേട്ടോ. ഡോക്ട്രൈൻ ഓഫ് എമിനൻറ്റ് ഡൊമെയിൻ ഡോക്ട്രൈൻ ഓഫ് എമിനൻറ്റ് ഡൊമെയിൻ പറയാം. അതിൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് ഇമാജിൻ ചെയ്യുകയാണ്, ഗവൺമെൻറ് ഒരു റോഡ്, റെയിൽവേ, ഹോസ്പിറ്റൽ, എയർപോർട്ടൊക്കെ ബിൽഡ് ചെയ്യണമെന്നും പക്ഷെ ആ ഭൂമി ഒരു പ്രൈവറ്റ് പേഴ്സൻ്റെ ആണെന്നും അപ്പോൾ ഗവൺമെൻറ് പറയുകയാണ് ഈ ലാൻഡ് പബ്ലിക് പർപ്പസിന് വേണ്ടി
പബ്ലിക് പർപ്പസിന് വേണ്ടി വേണം. അപ്പോൾ ഓണർ പറഞ്ഞു ഞാൻ വിൽക്കില്ല എന്ന് പറഞ്ഞാലും ഗവൺമെൻറ് ലോ ഫോളോ ചെയ്ത് ലാൻഡ് അക്വയർ ചെയ്യാമെന്നാണ്. പക്ഷെ 3 കണ്ടീഷൻസ് കമ്പൽസറി ആണ്. ലോ ഫോളോ ചെയ്യണം, പബ്ലിക് പർപ്പസിന് വേണ്ടി ആയിരിക്കണം, ഫെയർ കോമ്പൻസേഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇനി മീനിങ് ഓഫ് എമിനൻ്റ് ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയുന്നു നാഷണൽ ഹൈവേ ഉണ്ടാക്കാനും നിങ്ങളുടെ ലാൻഡ് വേണമെന്നും ഓണർക്ക് സെൽ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും ഗവൺമെൻറ് കമ്പൽസറി അക്വിസിഷൻ നടത്താൻ കഴിയുമെന്നുമാണ് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ് ഫെയർ കോമ്പൻസേഷൻ കൊടുക്കണം, പബ്ലിക് പർപ്പസ് പ്രൂവ് ചെയ്യണം, ലോ ഫോളോ ചെയ്യണം എന്ന് പറയുന്നു. ഇനി നേച്ചർ ഓഫ് ദ ഡോക്ട്രിൻ പറയുന്നത് ആദ്യം പറയുന്ന പവറാണ് സോവറിൻ പവർ. അതായത് ഇത് സ്റ്റേറ്റ്സിൻ്റെ പരമാധികാരം സോവറിൻ പവറാണ്. പിന്നെ കമ്പൽസറി അക്വിസിഷൻ, അതായത് ഓണർ സമ്മതിച്ചില്ലെങ്കിലും ഗവൺമെൻറ് അക്യൂർ ചെയ്യണം. പിന്നെ പബ്ലിക് പർപ്പസ്, അതായത് പബ്ലിക് വെൽഫെയറിന് വേണ്ടി മാത്രം അക്യൂർ ചെയ്യണം. പിന്നെ കോമ്പൻസേഷൻ, ഗവൺമെൻറ് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണം. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ്, പബ്ലിക് ഇൻട്രസ്റ്റ്, അതായത് ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ താല്പര്യം ഒരു വ്യക്തിയുടെ താല്പര്യത്തിനേക്കാൾ പ്രകാരമാണ്. അതായത് പബ്ലിക് ഇൻട്രസ്റ്റിനെക്കാട്ടും വലുതാണ് പ്രൈവറ്റ് ഇൻട്രസ്റ്റിനെക്കാട്ടും വലുതാണ് പബ്ലിക് ഇൻട്രസ്റ്റ്. പിന്നെ റെഗുലേറ്റഡ് ബൈ ലോ, അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ ലോ പ്രകാരം മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി സ്കോപ്പ് ഓഫ് എമിനൻ്റ് ഡൊമെയിൻ, എസെൻഷ്യൽ എമിനൻറ്റും പറയുന്നത് സോവറിൻ പവറും പബ്ലിക് പർപ്പസ്, കമ്പൽസറി അക്വിസിഷൻ, കോമ്പൻസേഷൻ, അതോറിറ്റി ഓഫ് ലോ, ഈ 4-5 കാര്യങ്ങളിലൂടെയാണ് ഇത് പറയുന്നത്. സെയിം തന്നെയാണ്. ഈ സ്കോപ്പ് ഓഫ് എമിനൻ്റ് ഡൊമെയിനിൽ പറയുന്നത് അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ, പിന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അതായത് വ്യവസായ വികസനത്തിന്, പിന്നെ പബ്ലിക് യൂട്ടിലിറ്റീസ്, അതായത് പൊതു സേവനങ്ങളിൽ നൽകാൻ, പിന്നെ ഡിഫൻസ്, രാജ്യ സുരക്ഷയ്ക്കായിട്ട്, അർബൻ പ്ലാനിങ്, അതിൽ പറഞ്ഞ നഗര വികസനത്തിനാണ്. പിന്നെ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക ക്ഷേമത്തിനും സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 300A പ്രകാരം ഗവൺമെൻറ്റിന് ലോ ഇല്ലാതെ ഗവൺമെൻറ് ഒരാളുടെ പ്രോപ്പർട്ടി എടുക്കാൻ പറ്റില്ല. ഏറിയൽ പൊസിഷനിൽ ആർട്ടിക്കിൾ പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 90 ക്ലോസ് 1 ക്ലോസ് F, ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്നു. പിന്നെ ആഫ്റ്റർ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1978 ശേഷം പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, ഇത് ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണെന്ന് പറയുന്നു. പിന്നെ പറയുന്നത് ആർട്ടിക്കിൾ 31A ആണ്, അതായത് കാർഷിക പരിഷ്കാര നിയമങ്ങളെ സംരക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ആർട്ടിക്കിൾ 31B ഇതിൽ പറയുന്ന 9th ഷെഡ്യൂളിലുള്ള നിയമങ്ങളെ സംരക്ഷിക്കുന്നു. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ, അതായത് സാമൂഹിക നീതിയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്താണ് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് അതിൽ പറയുന്നത് ജെന്യൂൻ പബ്ലിക് പർപ്പസിന് വേണ്ടി മാത്രം അക്യൂർ ചെയ്യണം ഗവൺമെൻറ്, ഫെയർ പ്രൊസീജിയർ ഫോളോ ചെയ്യണം, ഫെയർ കോമ്പൻസേഷൻ കൊടുക്കണം, പവർ മിസ്യൂസ് ചെയ്യരുത്. കോർട്ട് പബ്ലിക് പർപ്പസിന് വേണ്ടി കൺസെപ്റ്റിൻ്റെ മീനിങ് വളരെ വൈഡാക്കി ഇപ്പോൾ പല വെൽഫെയർ ആക്ടിവിറ്റീസും അതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ ലിമിറ്റേഷൻസിൽ പറയുന്നത് ഡോക്ട്രിൻ അൺലിമിറ്റഡ് അല്ല, 5 ലിമിറ്റേഷൻസ് അക്കോർഡിംഗ് ടു ലോ ആണെങ്കിൽ ലോ പ്രകാരം മാത്രം അക്യൂർ ചെയ്യണം. പിന്നെ പബ്ലിക് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പർപ്പസിനുണ്ടായിരിക്കും. ഫെയർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ന്യായമായ കോമ്പൻസേഷൻ കൊടുക്കണം. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പവർ മിസ്യൂസ് ചെയ്താൽ കോർട്ട് പരിശോധിക്കും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി, ഫെയർനെസ്, ജസ്റ്റിസ് ഇവയെല്ലാം വയലേറ്റ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ ലാൻഡ്മാർക്ക് കേസുകളാണ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് ബേല ബെഞ്ചേരി 1954 പറയുന്നത് നഷ്ടപരിഹാരം യഥാർത്ഥവും ന്യായമുള്ളതുമായിരിക്കണം. പിന്നെ IR കോയ്ഹോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ്
തമിഴ്നാടു, അതായത് ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്താൽ 9th ഷെഡ്യൂൾ ലോസും കോർട്ട് റിവ്യൂ ചെയ്യാം. പിന്നെ KT പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക, അത് ആർട്ടിക്കിൾ 300 പ്രകാരം പ്രോപ്പർട്ടി റെക്യൂർ ചെയ്യുമ്പോൾ ഫെയർനെസ്, റീസണബിൾ, നോൺ ആർബിട്രിനെസ് എല്ലാം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഡോക്ട്രൈൻ ഓഫ് എമിനന്റ് ഡൊമൈൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് പർപ്പസിന് വേണ്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി കമ്പൽസറി ആയിട്ട് അക്യൂർ ചെയ്യാനുള്ള പവറാണ്. പക്ഷേ ഈ പവർ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ കോർട്ടിൻ്റെ കൺട്രോൾ, ഫെയർ കോമ്പൻസേഷൻ എന്നിവർക്കൊക്കെ വിധേയമാണെന്നും അതുകൊണ്ട് പബ്ലിക് ഇൻട്രസ്റ്റിനും ഇൻഡിവിജ്വൽ റൈറ്റ്സും തമ്മിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും എന്നാണ് ആ ഡോക്ട്രൈൻ്റെ പ്രധാന ലക്ഷ്യം എന്നാണ് പറയുന്നത്. അടുത്താണ് ടെനൻസി ലോസ് ഇൻ കേരള ബിഫോർ ദ കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 പറയുന്നത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിലാണ് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ഒരു ടെനൻറ്റ്, അതായത് കുടിയാൻ ഒരു ഭൂമി കൃഷി ചെയ്യുന്നു. പക്ഷേ ആ ഭൂമി ഓണറിന് ജന്മി ആണ്. ടെനൻ്റാണ് കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നത്, പക്ഷേ ഓണർഷിപ്പ് ജന്മിക്ക് ആണ്. 1956 കേരള രൂപീകരിച്ചതിന് മുൻപ് ട്രാവൻകൂർ, കൊച്ചിൻ, മലബാർ എന്ന 3 പ്രദേശങ്ങൾക്ക് വ്യത്യസ്ത ടെനൻസി ലോസ് ഉണ്ടായിരുന്നു. കേരള രൂപീകരിച്ച ശേഷം ഗവൺമെൻറ് പറഞ്ഞു മുഴുവൻ കേരളയ്ക്ക് ഒറ്റ കോമൺ ലാൻഡ് ലോ വേണമെന്ന് പറയുന്നു. പിന്നെ പറയണ കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട് 1956, അതായത് 1956 ആക്ടിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ജന്മികൾക്ക് ഇഷ്ടം പോലെ ടെനൻ്റ് ഇല്ല, ടെനൻറ്റിനെ കുടിയെടുപ്പുകാരനെ വേറെ അറേഞ്ച്മെൻറ്റിൽ കൃഷി ചെയ്യുന്നവരെ ഒഴിപ്പിക്കാൻ പറ്റില്ല. ഈ ആക്ട് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകി എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ജന്മികാരൻ പേയ്മെൻറ്റ് അബോളിഷൻ ആക്ട് 1961. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ട് പ്രകാരം കണ്ണം ടെനൻസ് അവർ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയെ പൂർണ്ണ ഓണർഷിപ്പ് റൈറ്റ്സും ലഭിച്ചു, അതായത് ടെനൻ്റ് ഓണറായി മാറി എന്നാണ് പറയുന്നത്. അടുത്താണ് കേരള അഗ്രിറിയൻ റിലേഷൻഷിപ്പ് ആക്ട് 1916. അതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഈ ആക്ട് കൊണ്ടുവന്നത് സമഗ്ര ഭൂ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ്. ഈ ആക്ടിൽ ഉൾപ്പെടുന്നത് ടെനൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫെയർ റെൻറ്റ് നിശ്ചയിക്കുക, പിന്നെ കുടിയെടുപ്പുകാരനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ലാൻഡ് സീലിംഗ് കൊണ്ടുവരിക. ഇതാണ്. ഇനി സുപ്രീം കോർട്ട് ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ കെ കുഞ്ഞുമോൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1962 കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞു ഈ ആക്ട് ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി വയലേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് കോർട്ട് ഈ ആക്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. ഇനി കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963, അതായത് അവസാനം ഗവൺമെൻറ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 പാസ് ചെയ്തു. ഇന്നും കേരളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് റിഫോം ലോ ആകുന്നു. അടുത്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963. ഇതിൽ ഇൻക്രീസ് എഫക്റ്റീവ് അഗ്രികൾച്ചർ ആൻഡ് പ്രൊഡക്ഷൻ, അതായത് കൃഷിയും അഗ്രികൾച്ചർ പ്രൊഡക്ഷനും വർദ്ധിപ്പിക്കുന്നു. അബോളിഷ് ഇൻ്റർമെച്ചർ, അതായത് ലാൻഡ് ലോഡും കൾട്ടിവേറ്ററും ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ്സ് ഒഴിവാക്കുക. പിന്നെ അവോയ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫാമേഴ്സ്, അതായത് കർഷകർക്ക് ചൂഷണം തടയുക. പിന്നെ അവോയ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് ലാൻഡ് ഇൻ എ ഫ്യൂ ഹാൻഡ്സ്, കുറച്ച് പേർക്ക് കയ്യിൽ മാത്രം ഭൂമി കണ്ടിരിക്കാതിരിക്കുന്നത് തടയുക. പിന്നെ ഗീവ് ഓണർഷിപ്പ് റൈറ്റ്സ് ടു ടില്ലർ ഫിക്സിറ്റി ഓഫ് ടെന്നർ, അതിൽ പറയുന്നത് കൃഷി ചെയ്യുന്ന ടില്ലർക്ക് ഓണർഷിപ്പ് റൈറ്റ്സും ഫിക്സിറ്റി ഓഫ് ടെന്നേഴ്സും നൽകുക. പിന്നെ പ്രൊസീജിയർ ഫെയർ റെൻറ്റ്, അതിൽ വെച്ച് നിയമമായ ഫെയർ റെൻറ്റ് നിശ്ചയിക്കുക. പിന്നെ പ്രിസ്ക്രൈബ്ഡ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് കുടിയെടുപ്പുകാരൻ, അതിൽ പറയുന്നത് കുടിയെടുപ്പുകാരൻ റൈറ്റ്സും ലയബിലിറ്റീസും നിശ്ചയിക്കുക. പിന്നെ ഇമ്പോസ് സീലിംഗ് കൊണ്ട്
ഇമ്പോസ് സീലിംഗ് ഓൺ ലാൻഡ്, അതായത് ഒരാളുടെ കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിയുടെ മാക്സിമം ലിമിറ്റ് സീലിംഗ് നിശ്ചയിക്കുക. കോമ്പൻസേഷൻ ഫോർ സറൗണ്ടിങ് എക്സസ് ലാൻഡ്, അതിൽ പറയുന്നത് വെച്ചാൽ സീലിങ്ങിനേക്കാൾ അധികാരമുള്ള ഭൂമി ഗവൺമെൻറ്റിന് സറണ്ടർ ചെയ്യുന്നതും കോമ്പൻസേഷൻ നൽകുക. പിന്നെ എസ്റ്റാബ്ലിഷ് ലാൻഡ് ട്രിബ്യൂണൽ ആൻഡ് ലാൻഡ് ബോർഡ്സ്, അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് നന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ലാൻഡ് ട്രിബ്യൂണൽസും ലാൻഡ് ബോർഡ്സും സ്ഥാപിക്കുക. പിന്നെ കൺഫർ റൈറ്റ് ഓൺ ടെനൻസ്, അതായത് ടെനൻസിന് ലീഗൽ റൈറ്റ്സ് നൽകുക. എനബിൾ ടെനൻസ് ടു പർച്ചേസ് ഓണർഷിപ്പ് ഫ്രം ലാൻഡ് ലോഡ് ആൻഡ് ഇൻ്റർമീഡിയറീസ്, അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെനൻസിന് ജന്മികൾക്കും നിന്ന് ഇൻ്റർമീഡിയറ്റ്സിൽ നിന്നും ഓണർഷിപ്പ് പർച്ചേസ് ചെയ്യാൻ അവകാശം നൽകുക. 1963 മുൻപ് ട്രാവൻകൂർ, കൊച്ചിൻ, മലബാർ എന്നിവിടങ്ങളിൽ വ്യത്യസ്തത ടെനൻസി ലോ ആയിരുന്നു. ടെനൻറ്റിനെയും കുടിയെടുപ്പുകാരനെയും സംരക്ഷിക്കാൻ ഗവൺമെൻറ് 1957 ആക്റ്റും 1961 ആക്റ്റും 1960 ആക്റ്റും എന്നിവ കൊണ്ടുവന്നു. അവസാനം കേരള ലാൻഡ് റീഫോംസ് ആക്ട് 1963 പാസ് ചെയ്ത് അത് ടെനൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഫെയർ റെൻറ്റ് നിശ്ചയിക്കുകയും ലാൻഡ് സീലിംഗ് കൊണ്ടുവരികയും കുടിയെടുപ്പുകാരൻ്റെ അവകാശങ്ങൾ നൽകുകയും കേരളയിലെ പ്രധാന ലാൻഡ് റീഫോം ലോ ആയി മാറുകയും ചെയ്തു. ഇത്രേ ഉള്ളൂ ടെനൻസി ലോസ് ഇൻ കേരള. ഇനി അടുത്താണ് കേരള ലാൻഡ് റീഫോംസ് ആക്ട് 1963. അതിൽ പറയുന്നത് വാട്ട് ഈസ് ദ കേരള ലാൻഡ് റീഫോംസ് ആക്ട് 1963 എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പറയുകയാണ് കേരള ലാൻഡ് റീഫോംസ് ആക്ട് 1963 പാസ് ചെയ്തതാണ്. ഇത് കേരളയിലെ ലാൻഡ് റീഫോംസിനെ കുറിച്ചുള്ള ഒരു കോംപ്രഹെൻസീവ് ലോ ആണ്. ഈ ആക്ടിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ടെനൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ലാൻഡ് ഓണേഴ്സിനെ ഇക്വിറ്റി കൊണ്ടുവരിക, അഗ്രികൾച്ചർ ഇമ്പ്രൂവ് ചെയ്യുക, സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കുക. ഒരു സ്റ്റോറി പറയണം. ഇമാജിൻ ഒരു ക്ലാസ്സിൽ 5 കുട്ടികൾക്ക് എല്ലാ ചോക്ലേറ്റ്സും എടുത്തു, ബാക്കിയുള്ളവർക്ക് ഒന്നും കിട്ടിയില്ല. ടീച്ചർ എന്ത് ചെയ്യും? എല്ലാ കുട്ടികൾക്കും ഈക്വൽ ചാൻസ് കിട്ടാൻ പുതിയ റൂൾസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ കേരള ലാൻഡ് റീഫോംസ് ആക്ട് പറയാണ്ട് കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം ഭൂമി ഇരിക്കരുത്, എല്ലാവർക്കും ന്യായമായി ലഭിക്കണമെന്നാണ് പറയുന്നത്. ഇനി സെക്ഷൻ 132 ഇത് റീപ്പീലഡ് ആക്ട് ആണ്, റദ്ദാക്കിയ ആക്ട്. അതായത് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ആക്ട്സും പഴയ ലാൻഡ് ലോ ആയിരുന്നു. കേരള ലാൻഡ് റീഫോംസ് ആക്ട് ഈ എല്ലാ ആക്ടിലും ഫിക്സ്ചർ ഓഫ് ടെനർ, യൂണിഫോം, അതായത് ഈ എല്ലാ ആക്ട്സും പഴയ ലാൻഡ് ലോസ് ആയിരുന്നു. കേരള ലാൻഡ് റീഫോംസ് ആക്ട് 1963 വന്നപ്പോഴാണ് ഇവയെല്ലാം സെക്ഷൻ 132 പ്രകാരം ക്യാൻസൽ ചെയ്തതാണ്. അതിന് മുന്നേ കുറേ ആക്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കേരള ലാൻഡ് റീഫോംസ് ആക്ട് 1963. ആദ്യത്തെയാണ് ഫിക്സിറ്റി ഓഫ് ടെനറിൽ പറയുന്നത്. ഫിക്സിറ്റി ഓഫ് ടെനർ എന്നാൽ എളുപ്പത്തിൽ ഒഴിപ്പിക്കാൻ പറ്റില്ല. ലാൻഡ് ഓണർക്ക് ലോയിൽ പറയുന്ന സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ മാത്രം ടെനൻസിനെ എവിക്റ്റ് ചെയ്യാൻ പറ്റും. ടെനൻസിന് സെക്യൂരിറ്റി ഓഫ് ഒക്യുപ്പേഷൻ ലഭിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെയാണ് യൂണിഫോം ഫെയർ റെൻറ്റ്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരള മുഴുവൻ ഒരു രീതിയിൽ ഫെയർ റെൻറ്റ് നിശ്ചയിക്കുന്നു. ലാൻഡ് ലോണറിന് ഇഷ്ടം പോലെ കൂടുതൽ റെൻറ്റ് വാങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ എവിക്ഷൻ ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്, അത് ടെനൻറ്റ് തുടർച്ചയായിട്ട് 2 വർഷം റെൻറ്റ് കൊടുക്കാതിരുന്നാൽ ലാൻഡ് ലോണറിന് എവിക്ഷൻ കേസ് ഫയൽ ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ പറയുന്നതാണ് പർച്ചേസ് റൈറ്റ് ഓഫ് ടെനൻറ്റ്, അതായത് ടെനൻറ്റിന് പിന്നെ ലാൻഡ് ലോഡിനും റൈറ്റ്സ്, ടൈറ്റിൽ, ഇൻട്രസ്റ്റ് എല്ലാം പർച്ചേസ് ചെയ്ത് ഓണർ ആവാൻ അവകാശമുണ്ടെന്നാണ് പറയുന്നത്. എക്സാമ്പിളാണ് റെൻറ്റിൽ വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് പിന്നെ ആ വീട് വാങ്ങാൻ ചാൻസ് കിട്ടുന്ന പോലെ. പിന്നെ പറയുന്നതാണ് ഇതിൽ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് കുടിയെടുപ്പുകാരൻ. അതിൽ പറയുന്നതാണ് കുടിയെടുപ്പുകാരൻ്റെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാ ആക്റ്റും വ്യക്തമായി പറയുന്നു. പിന്നെ ഒബ്ജക്റ്റീവ്സ് 6 സീലിംഗ് ഓൺ ഹോൾഡിങ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിംഗ് എന്നാൽ ഒരാളുടെ കയ്യിലിരിക്കാൻ പറ്റുന്ന മാക്സിമം ലാൻഡ്
മാക്സിമം ലാൻഡ് ലിമിറ്റാണ്. എക്സാമ്പിൾ ഒരാളുടെ കയ്യിൽ 10 ഏക്കർ. പിന്നെ ഇതിൻ്റെ എക്സാമ്പിളാണ് ഒരാളുടെ കയ്യിൽ 1000 ഏക്കേഴ്സ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് പറയണ അലോ ചെയ്യുന്ന ലിമിറ്റ് വരെ മാത്രം വെച്ചോളൂ, ബാക്കി സറണ്ടർ ചെയ്യണം എന്ന് പറയുന്നത്. അടുത്താണ് കോമ്പൻസേഷൻ. അതായത് സീലിങ്ങിനേക്കാൾ അധികമുള്ള ഭൂമി ഗവൺമെൻറ്റിന് സറണ്ടർ ചെയ്യാനുള്ള കോമ്പൻസേഷൻ ലഭിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ലാൻഡ് ട്രിബ്യൂണൽ ആൻഡ് ലാൻഡ് ബോർഡ്സ്, അതായത് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ലാൻഡ് ട്രിബ്യൂണൽ ലാൻഡ് ബോർഡ്സും സ്ഥാപിച്ചു. പിന്നെ അബോളിഷ് ഇൻ്റർമീഡിയറ്റ്സ് ആൻഡ് എൻകറേജ് സെൽഫ് കൾട്ടിവേഷൻ, അത് മിഡിൽമെൻ വേണ്ട, കൃഷി ചെയ്യുന്നത് ആൾ തന്നെ ഭൂമി ഉപയോഗിക്കുകയും അവകാശം നേടുകയും ചെയ്യുന്നു എന്നാണ്. ഇനി അഗ്രിഗേറിയൻ റിഫോംസ്, ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിഗേറിയൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറാണ്. അഗ്രിഗേറിയൻ റിഫോംസ് എന്നാൽ കൃഷി ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളാണ്. ഇതിൽ 9th ഷെഡ്യൂളിലാണ് പറയുന്നത്. അതായത് ഈ ആക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് ആണ്. മാധവം വാഴന്നൂർ വേഴ്സസ് അബ്ദുള്ള, ഇതിൽ വരുന്ന കോർട്ട് പറഞ്ഞ കേരള ലാൻഡ് റീഫോംസ് ആക്ട് വെൽഫെയർ ലോ ആണ്. ലോയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ടെനൻസിന് അനുകൂലമായി ഇൻ്റർപ്രറ്റ് ചെയ്യണം. പിന്നെ ലക്ഷ്മി വേഴ്സസ് കുൻഹി പേരച്ചൻ, അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് പറഞ്ഞു ഇത് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആണ്. 2 ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്ന ഇൻ്റർപ്രിട്ടേഷൻ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ പരമേശ്വർ പിള്ളെ വേഴ്സസ് നാരായണൻ നായർ, അതായത് ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് പറഞ്ഞു ഈ ആക്ട് കൃഷിഭൂമിയിൽ മാത്രമല്ല മുനിസിപ്പലി കോർപ്പറേഷനിലുള്ള ചില നോൺ അഗ്രികൾച്ചർ ലാൻഡ്സ് അപ്ലൈ ചെയ്യാമെന്ന്. പിന്നെ കൺക്ലൂഡ് ചെയ്ത് പറയണേ കേരള ലാൻഡ് റീഫോംസ് ആക്ട് 1963 കേരളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് റീഫോംസ് ലോയാണ്. ഇത് ടെനൻസിനെയും കുടിയെടുപ്പുകാരനെയും സംരക്ഷിക്കുന്നു. ഫിക്സിറ്റി ഓഫ് ടെനർ, ഫെയർ റെൻറ്റ്, പർച്ചേസ് റൈറ്റ്സ്, ലാൻഡ് സീലിംഗ്, കോമ്പൻസേഷൻ എന്നിവ നൽകുന്നു. കൂടാതെ ലാൻഡ് ട്രിബ്യൂണൽസും ലാൻഡ് ബോർഡ്സും സ്ഥാപിച്ച് ഈ ആക്ടിൻ്റെ കൂടെ ലക്ഷ്യം സോഷ്യൽ ജസ്റ്റിസ്, ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇക്വിറ്റി, കാർഷിക വികസനം എന്നിവയാണ് ഇതിൽ പറയുന്നത്.